അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ഒരു ഭക്ഷണത്തെയും ആക്ഷേപിച്ചില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല മാ ആബൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്ത് ഇനിഷ്തഹാഹു അക്കലഹു വൈല്ല തറക്കഹു. ഇമാം ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭക്ഷണത്തെയും ആക്ഷേപിച്ചിട്ടേയില്ല. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അത് കഴിക്കും, ആഗ്രഹമില്ലാത്ത ഭക്ഷണമാണെങ്കിൽ അത് ഒഴിവാക്കും. ഭക്ഷണ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം രീതികളാണ് സ്വീകരിച്ചിരുന്നത് എന്ന് വ്യത്യസ്ത ഹദീസുകളിൽ കാണാൻ കഴിയും. നമുക്കെല്ലാം നമ്മുടെ മുന്നിൽ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നാം ഇഷ്ടപ്പെടുന്നവയുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവയുണ്ടാവാം. അവയോട് എന്ത് സമീപനമായിരിക്കണം ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത് എന്നതിൻ്റെ പ്രവാചക മാതൃകയാണ് ഈ ഹദീസ്. ഇഷ്ടമുള്ളത് കഴിക്കുക, ഇഷ്ടമില്ലാത്തത് വേണ്ടെന്ന് വെക്കുക. ഒരു ഭക്ഷണത്തെയും ആക്ഷേപിക്കരുത്, കുറ്റപ്പെടുത്തരുത്. ഭക്ഷണം എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. അത് കഴിക്കാൻ സാധിക്കുക എന്നത് മറ്റൊരനുഗ്രഹവുമാണ്. ഭക്ഷണമില്ലാതെ എത്രയോ ലക്ഷങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വലിയ അളവിൽ പ്രയാസം അനുഭവിക്കുന്നു. ഭക്ഷണമുണ്ടായിട്ടും അത് കഴിക്കാനുള്ള ആരോഗ്യമില്ലാതെ, അത് ഉള്ളിലേക്ക് ഇറക്കി ആസ്വദിച്ച് കഴിയാനുള്ള അവസ്ഥയില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന രോഗികളെയും നമുക്ക് കാണാൻ കഴിയും. അതിനാൽ ഭക്ഷണം എന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അത് കഴിക്കാനുള്ള ആരോഗ്യവും സാധ്യതയും നമുക്കുണ്ട് എന്ന അനുഗ്രഹം, അത് രണ്ടിനെയും അങ്ങേയറ്റം വിലമതിക്കാൻ ബാധ്യസ്ഥമാണ് ഓരോ വിശ്വാസിയും. അതിനാൽ ഭക്ഷണം അള്ളാഹുവിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കി ആ ഭക്ഷണത്തെ ഇഷ്ടപ്പെട്ടാൽ കഴിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുക. ഇതെന്തൊരു ഭക്ഷണമാണ്, ഇതെന്താണ് ഇത് എന്നെല്ലാം പറഞ്ഞ് ഭക്ഷണത്തെയോ അത് പാചകം ചെയ്ത ആളുകളെയോ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമല്ല ഉണ്ടാകേണ്ടത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃക മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം ഒരിക്കലും ഭക്ഷണത്തെ ആക്ഷേപിച്ചിട്ടില്ല. നമുക്കിഷ്ടമില്ലാത്ത ഭക്ഷണം ഇഷ്ടമുള്ളവർ വേറെ ഉണ്ടാകാം. അവർക്കിഷ്ടമുള്ള ഭക്ഷണം ഒരു പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാതായി എന്നും വരാം. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷേ ആരുടെ ഭാഗത്തു നിന്നും ഭക്ഷണത്തെ ആക്ഷേപിക്കുന്ന സാഹചര്യമേ ഉണ്ടാകാൻ പാടില്ല. ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത വിധം തൊണ്ടക്കുഴിക്കോ ആമാശയത്തിനോ അല്ലെങ്കിൽ നാവിനോ മറ്റേതെങ്കിലും അവയവത്തിനോ പ്രയാസമുണ്ടായി നമുക്ക് ശരിയാം വിധം ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ കഴിയില്ലെങ്കിൽ അത് അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് കരുതി ക്ഷമിക്കുകയും അതിനെ മറികടക്കാൻ പ്രാർത്ഥനാപൂർവം ചികിത്സിക്കുകയുമാണ് വേണ്ടത്. അവിടെയും ഭക്ഷണമുണ്ടായിട്ടും കഴിക്കാൻ പറ്റാത്ത എന്തൊരു ദുരിതമാണ്, പ്രയാസമാണ് എൻ്റേത് എന്ന് പറഞ്ഞ് വിധിയെ പഴിക്കുകയല്ല വേണ്ടത്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ചെറിയ പ്രായത്തിലെ അതിൻ്റെ മര്യാദകൾ കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു എന്ന് വേറെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഭക്ഷണത്തെ ഏറ്റവും ഗൗരവത്തിലെടുക്കാനും ആ ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന ബോധത്തോടെ നന്ദിപൂർവ്വം ഭക്ഷണം കഴിക്കാനും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ആരംഭിക്കാനും ഹംദ് അള്ളാഹുവിന് സ്തുതി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കൽ അവസാനിപ്പിക്കാനുമെല്ലാം സാധ്യമാകണം. അങ്ങനെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മര്യാദകളാണോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.